അപ്പൊ ഗൈസ് നമുക്ക് ആദ്യത്തെ റൂമിലോട്ട് വന്നേ. മണ്ടക്കത്തെ വ്യൂ അടിപൊളിയാ അല്ലേ സിയ? അടുത്ത ബെല്ലോട് കൂടി അടുക്കളയിലുള്ള വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതായിരിക്കും. അപ്പൊ അടുക്കള ഇതാണ്. അടുക്കള ഒരു കുഞ്ഞടുക്കളയാണ്, പക്ഷെ നല്ല ക്യൂട്ടാണ്. ഇഷ്ടപ്പെട്ടു. എനിക്ക് വലുതിനെക്കാട്ടിലും കുഞ്ഞാണെങ്കിലും എല്ലാം ഒരു ഇതുണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിയാ, ചെറുതാണെങ്കിലും ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അതല്ല, ഇതൊന്നും ഇവിടെ ഇരിക്കുന്ന മാത്രമല്ല, ഇതൊക്കെ നമ്മൾ ഇതിലെ കാറ് കുത്തിക്കേറ്റ് പറഞ്ഞ അതുകൂടെ എടുക്കേണ്ടായിരുന്നു. വാങ്ങിക്കാം ഇന്ന് കാണുന്നവരുത്. ഞങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലമായിരുന്നു, കാറ് മൊത്തവും പാത്രവും സാധനമൊക്കെ ആയിരുന്നു. ഇത് നമ്മൾ തിരിച്ചു പോയാലും കൊണ്ടുപോകത്തില്ല കേട്ടോ. ഇത് മറ്റേതും ഇവിടെ വെക്കട്ടെന്ന് പറഞ്ഞ് വെച്ചാൽ, കാരണം നമ്മുടെ കട അപ്പുറത്തായോണ്ട് ഇക്കാണെങ്കിലും വാപ്പിക്കാണെങ്കിലും പെട്ടെന്ന് കയറി ഇവിടെ ഒന്ന് വരാം, എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ കഴിക്കാം. സോ ഇത് നമ്മുടെ തേയിലയും പഞ്ചസാരയും കഴിക്കാനുള്ള കടികളും സാധനങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഗ്യാസ് കുറ്റി, ഇതെല്ലാം ഇന്നലെ രാത്രി സെറ്റ് ചെയ്ത്. ഗ്യാസ് കുറ്റിയൊക്കെ നമ്മള് വീട്ടിൽ ചെയ്യുന്ന സാധനമാണ്. സെറ്റ് ചെയ്ത് ഇതൊക്കെ നമ്മൾ ഇപ്പൊ കൊണ്ടുവന്നതാണ്. അടുക്കളയില് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടത്തെ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ തേങ്ങയാണ്. നമ്മൾ കാണിച്ചായിരുന്നല്ലോ മറ്റേ രാവിലെ കിട്ടിയ തേങ്ങ. ഇതാണ് അടുക്കളയിൽ നിന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന. ഇത് അപ്പുറത്തെ വീട്ടിലെ മരമാണ്, പക്ഷെ ഇത്ര വലുതായിട്ട് ഇതിനകത്തൊരു സംഭവം ഇല്ല. ശരിയാ, കൊടംപുളി ഒട്ടുമില്ല. അല്ലെങ്കിൽ കയറി പിച്ചാവായിരുന്നു. ഇത് കണ്ടോ, അതിന്റെ ഇലകൾ നടക്കുന്നുണ്ടോ? ഫ്രീ ആയിട്ട് നമുക്ക് കുറെ ഇലകൾ കിട്ടിയിട്ടുണ്ട്. ഇതിന് അത് എടുക്കാൻ ആൾക്കാർ വരുമെന്ന് പറഞ്ഞില്ലേ വാങ്ങിക്കാം, വൃത്തിയാക്കാൻ ആൾക്കാർ വരും. ഇതാണ് നമ്മളെ അടുക്കളയിലെ വെളിയിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. വന്നേ. വേറൊരു പ്രശ്നം എന്താന്ന് അറിയാവാ, ഈ വീട്ടില് പലയിടത്തും വെളിയിൽ കുറെ ലൈറ്റ് കിടപ്പുണ്ട്. ഇതെല്ലാം ഇതേപോലെ കത്തി കിടക്കും, പക്ഷെ ഇതിന്റെ സ്വിച്ച് ഏതാന്ന് എനിക്ക് അറിയത്തില്ല. ഇട്ടിട്ട് നോക്കി മടുക്കുക. മറ്റേന്ന് പറയാം ഇതിന്റെയൊക്കെ സ്വിച്ച് എവിടെ. ഇത് മാത്രമല്ല, അപ്പുറത്തും ഒരു ലൈറ്റ് കിടപ്പുണ്ട്, പക്ഷെ അതിന്റെ സ്വിച്ച് ഏതാന്ന് അറിയത്തില്ല. ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമുള്ള അകത്ത്, പിന്നെ അറ്റാച്ച്ഡ് ഇല്ല ബാത്റൂം. പിന്നെ അത് ഈ ബാത്റൂമാണ്. പിന്നെ ബാത്റൂമിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു മിററും പിന്നെ കൈ എഴുതാനുള്ള സ്ഥലവും. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കാം. ബാത്റൂം തുറന്നു വെക്കാം. ഇനി നമുക്ക് റൂമിലോട്ട് പോവാം. ഇവിടെ 2 റൂമാണ് ഗൈസ്. ഇതും ഒരു റൂമാണ്, ഇതും ഒരു റൂം. ആകെ 2 റൂമേ ഉള്ളൂ നമുക്ക്. 2 റൂം, ഹാള്, അടുക്കള, പിന്നെ മണ്ടയ്ക്ക് സ്റ്റെയർ റൂം. മണ്ടക്കത്തെ സ്റ്റെയർ റൂം ഉണ്ട്. പിന്നെ ഇതിനകത്താണെങ്കിൽ മണ്ടക്കത്തെ വ്യൂ അടിപൊളിയാ അല്ലേ സിയ? അപ്പൊ ഗൈസ് നമുക്ക് ആദ്യത്തെ റൂമിലോട്ട്. ആദ്യത്തെ റൂമാണ്. ഇതിനകത്താണെങ്കിൽ എന്തുവാ, ഇതായിരുന്നു നല്ല ഉറപ്പാണ്. ഇതായിരുന്നു കേട്ടോ. ഇതാ ഇവിടെ ബെഡിൽ കിടന്നുറങ്ങാണ്. ഇത് ഇവിടുത്തെ മേശയാണ്. ഇവിടുത്തെ മേശ സാധനം ഇത് കടയിലും കണ്ടിരുന്ന മേശയാ. അത് ഇവിടെ കൊണ്ട് ഇട്ടേക്കുവാണ്. പിന്നെ ഈ റൂമിൽ മാത്രമേ ഉള്ളൂ AC. ഇവിടെ മാത്രമേ ഉള്ളൂ AC ഉള്ളത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ സാധനം. ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ രാത്രിയാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പം ഇത് കൊണ്ട് ജസ്റ്റ് കൊണ്ട് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെ. ഇനി ഈ റൂമിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ റൂമിൽ നിന്ന് നോക്കിയാ പിന്നെ നമ്മുടെ ഇതിലേക്കുള്ള വഴി കാണാൻ പറ്റും. ആൾക്കാരൊക്കെ പോകുന്ന കാണാൻ പറ്റും. അപ്പൊ ഈ റൂം അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് റൂം അടച്ചിട്ട് അപ്പുറത്തെ റൂമിലോട്ട് പോവാം. അപ്പൊ ഗൈസ് നമ്മുടെ സെക്കൻഡ് റൂമിലോട്ട്. ദൂരക്ക് കൊതിക്കും മാണിക്ക ചെമ്പരിക്ക ഉണരൂ കൈപ്പേ ഉണരൂ. ഇങ്ങനെ കിടക്കുന്ന പോലെ പാവുന്നില്ല ഗൈസ്. ഞങ്ങൾ ഉറങ്ങുമ്പോ ഇവനാണെങ്കിൽ എന്തൊക്കെയാ ചെയ്യുന്നേന്ന് അറിയാവോ? മൂക്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചാലോ? അടുക്കളയില് ഞാൻ പറഞ്ഞല്ലോ, അടുക്കളയാണെങ്കിൽ കുഞ്ഞടുക്കളയാണ്ട് നമ്മള് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞപ്പം ഒട്ടും ഇടമില്ലാത്ത പോലെ തോന്നി. സോ അടുക്കള ഇവിടെ വെച്ചു. പിന്നെ ഒരു കാര്യം മേടിച്ചെടുക്കാം. നമ്മളാണെങ്കിൽ മീൻ വെച്ചിട്ടുണ്ട്. രാവിലെ പോയപ്പോ സിയാക്ക് ഒരു കൊതി പറഞ്ഞ് ഞങ്ങൾ മീൻ മേടിച്ചതാണ്.
ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോ പണിയാക്കും. മീൻ മേടിച്ചെന്ന് വെച്ചാല് നമ്മളാണെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് പോയി എടുത്തിട്ട് വന്നതാണ്. എനിക്ക് മേടിച്ചില്ല. ഭയങ്കര കൊതി വന്നു, എനിക്ക് ക്രേവിങ്സ് വന്നു. എനിക്ക് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ഈ വീട്ടിലേക്ക് മേടിച്ച ഫ്രിഡ്ജ് അല്ല, ഈ വീട്ടിലേക്ക് മേടിച്ച ഫ്രിഡ്ജാണ് നിങ്ങൾ ഷോർട്സിലൊക്കെ കാണുന്നതായിരിക്കും നമ്മുടെ മറ്റേ വീട്ടിൽ ഇരിക്കുന്നത്. അത് ഈ വീട്ടിലോട്ട് മേടിച്ച ഫ്രിഡ്ജാണ്. പക്ഷെ പെട്ടെന്ന് മറ്റേമ്മ ആ ഫ്രിഡ്ജ് കണ്ടപ്പോൾ മറ്റേമ്മയ്ക്ക് ആ ഫ്രിഡ്ജ് മതി, അത് അവിടെ വെക്കാം. കാരണം നമ്മൾ വല്ലപ്പോഴേ ഇങ്ങോട്ട് വരത്തുള്ളൂ, എപ്പോഴും വരത്തില്ല. സോ അതുകൊണ്ട് ഇവിടെ പഴയ ഫ്രിഡ്ജ് വെച്ചു. മറ്റേ വീടിന്റെ ഹോം ടൂർ ചെയ്യുമ്പോൾ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കത്തും. അല്ല, അത് നമ്മളത് മറ്റേ വീടിന്റെ ഹോം ടൂറിന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇടത്തുള്ളൂ. അപ്പൊ ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്ത് പോകണം. അപ്പം ഈ റൂമിന്റെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പണ്ടൊക്കെ വാ, ഓടി 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 വാ. കുളവായി കിടന്നതൊക്കെ അതുപോലെ കുറവായി തന്നെ കിടക്കുന്നേയില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഇതാവണമെന്നായിരുന്നു കാട്ടുന്നത്. ഇതെടുത്ത് താഴെ വെച്ചായിരുന്നു ബെഡ് കാണില്ല. പിന്നെ ഇപ്പം മണ്ടക്ക് റൂമൊന്നും ഇല്ല പക്ഷെ നല്ല രസമാണ് മണ്ടക്ക് കാണാൻ. ഇതാണ് ഇതിലേക്കൂടെ മണ്ടക്കിലോട്ട് പോകുന്നത്. നമ്മളിങ്ങനെ കേറി വരുമ്പോ തന്നെ ഒരു വലിയ ജനലുണ്ട്. ഒരു വലിയൊരു ജനലാണ് ഗൈസ്. നല്ല വെട്ടം, അത്യാവശ്യം നല്ല വെട്ടം ഈ ജനലിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അത്രയും നല്ല വെള്ളമില്ല, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഈ ജനലിന്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ ലൈറ്റ് ഇട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നുണ്ട്. ഇതാണ് താഴോട്ടുള്ള വ്യൂ. ഞാൻ നേരത്തെ ഇട്ടാണ് താഴോട്ടുള്ള വ്യൂ. ഇതാണ് നമുക്ക് ഇപ്പൊ സ്റ്റെയറിന്റെ ഒരു പകുതി ചെയ്യുന്നോണ്ട് താഴോട്ടുള്ള വ്യൂ ആയി. പെയിന്റ് അടിച്ച സാധനങ്ങളും ഇവിടെ നമ്മൾ പെയിന്റ് രണ്ടാമത് ചെയ്തപ്പോൾ ഉള്ള സാധനങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ മാറ്റി വെച്ചേക്കുവാണ്. ഇവിടോട്ട് നമ്മളിതിൽ കയറിയില്ല. ഇനി ഇവിടെ കൂടെ വൃത്തിയാക്കുമ്പോൾ പൊടി പിടിച്ചിട്ട് വരുമോ. ഇതാണ് അതിന്റെ മേൽ ഫ്ലോർ. മരം കൊള്ളാല്ലേ സിയ? ഈ മരത്തിന് പ്രത്യേക ഭംഗി. ഇപ്പൊ വെയിലടിക്കുന്നോണ്ട് വലിയ തോന്നുന്നില്ല, പക്ഷെ രാത്രി അല്ല നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. രാത്രി വൈകിട്ട് കാണാൻ നല്ല നല്ല രസമാണ്. ഇവിടൊക്കെ പുളിയിലേക്കാ പിടിക്കണേ. നോക്കി, പുള്ളിയുടെ പൂ വന്നിരിക്കുന്നു. പടംപുളി പുളി പിടിച്ചിട്ടില്ല, പുളി പിടിച്ചില്ല, പൂ വരുന്നുണ്ട്. ഇതാണ് ഇന്നലെ ഫിദായിട്ട് കണ്ടോട് പറഞ്ഞ കേട്ടായിരുന്നു. എന്റെ മണ്ടയ്ക്കൊക്കെ കയറിയിരിക്കാം. ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ട് രാത്രി ഇരിക്കാനും വൈകുന്നേരം ഇരുന്ന് ചായ കുടിക്കാനും ഒക്കെ ബെസ്റ്റാണ്. നമ്മൾ നേരത്തെ കണ്ട ജനലാണ് ഇത്. ഇത് നല്ല രസമില്ലേ കാണാൻ? ഓക്കെ, ഒരുപാട് വീടുകൾ അടുപ്പിച്ച്. ആ വീട്ടിൽ പട്ടിയൊക്കെ ഉണ്ട്. പട്ടി എന്തൊരു കൊരയാ. ഈ പട്ടി ഞങ്ങൾ വന്നവൻ തൊട്ട് ഭയങ്കര കൊരയാ. പട്ടിക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഗൈസ് നല്ലവണ്ണം കൊഴിഞ്ഞു. ഞാനല്ല, സിയ കൊഴിഞ്ഞു. ഞാൻ ക്യാമറ പിടിച്ചോണ്ട് നടന്നേ ഉള്ളൂ. സിയ എല്ലാം പറഞ്ഞു. ഇത്രേ ഉള്ളൂ വീട്, ഇത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട്. നല്ല ഇപ്പഴേ ഒരു കുഞ്ഞു വീട്, നല്ല രസം. കുഞ്ഞു വീട്, നല്ല രസമുള്ള വീട്. തൊട്ട് അയലത്തൊക്കെ ആൾക്കാരുണ്ട്. അപ്പുറത്തെ വീട്ടിലെ എന്ന് വെച്ചാൽ നമ്മുടെ എപ്പോഴും വീഡിയോ ഇടുന്ന വീട്ടില ഹോം ടൂർ ചെയ്യും. അതാണ് കൂടുതലും ആൾക്കാർ ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞത്. അത് ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഹോം ടൂർ വീഡിയോ ചെയ്യുമെന്ന്. അതും ചെയ്യും. ഇൻഷാല്ലാ അത് ഉടനെ നമ്മള് ചെയ്യാൻ നോക്കും. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ എല്ലാം കമന്റ് ചെയ്യണം. പിന്നെന്താ, ഇവിടെ റേഞ്ച് ഇല്ല, അതുകൊണ്ടാണ് ഷോർട്സ് ഇടാത്തത്. അതാ ഇന്നത്തെ ഷോർട്സും സ്റ്റോറിയും ഇൻസ്റ്റയിലൊന്നും അല്ല. നോക്കിയത് പോലും ഇല്ലല്ലേ? വൈഫൈ ഇല്ല, നെറ്റും ഇല്ല. വെളിയിലിരിക്കുമ്പോ കിട്ടുന്നുണ്ട്, ചിലയിടത്ത് ഇരിക്കുമ്പോ, ചില മൂലക്ക് ഇരിക്കുമ്പോ കിട്ടും. ഞാനിപ്പോ ഈ ക്യാമറ വെച്ചേക്കുന്ന അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇച്ചിരി റേഞ്ച് കിട്ടും. ഹോം ടൂർ ചെയ്തത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഹോം ടൂർ ചെയ്യുന്നത്. അപ്പം അതിന്റേതായ പോരായ്മകളൊക്കെ കാണുമായിരിക്കും. പക്ഷെ നമുക്ക് പറ്റുന്നതിന് അത്ര മാക്സിമം നമ്മൾ നന്നായിട്ടാണ് ചെയ്തത്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞില്ലേലും ഏകദേശം എല്ലാം പറഞ്ഞു തോന്നുന്നത്. ഇവിടെ പ്രത്യേകിച്ചൊന്നും മറ്റേ വീട്ടിലെ പോലൊന്നും പറയാനില്ല. നമുക്ക് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നതാണ് അല്ലെ അങ്ങനെ ചെയ്യുന്നതാണ് ഇന്നലെയാണ് വന്നത്. അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരാം. ചക്കയൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചു.